സുഗന്ധ വ്യഞ്ജനങ്ങളും നമ്മുടെ തനത് വിഭവങ്ങളും ഒക്കെ തേടി ഒരിക്കൽ പോർച്ചുഗീസുകാർ കാപ്പാട് കാലുകുത്തിയില്ലേ? അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മെയ്ഡ് ഇൻ കേരള ഐറ്റംസിൻ്റെയും മണം പിടിച്ച് ഉത്തരേന്ത്യക്കാർ നമ്മുടെ കേരള പവലിനിൽ കയറി ഇറങ്ങുന്നു. അടിമത്വത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതിൻ്റെ കാലങ്ങൾക്കും കാതങ്ങൾക്കും ഇപ്പുറം ഇവിടെ എത്തുന്ന അന്യഭാഷക്കാരുടെ മുഖത്ത് ചിരിയാണ്. പുഞ്ചിരിയോടെ നമ്മളും അവരെ സ്വീകരിച്ച് മനം നിറച്ച് മടക്കി അയക്കും. Decoration very good. Customer relation very good. Kerala great country. ഉത്തരേന്ത്യൻ മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ 250 ചതുരശ്ര മീറ്ററിൽ എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ നാടിൻ്റെ ഗന്ധം. ഏറ്റവും വലിയ ആകർഷണം കയറി വരുമ്പോൾ തന്നെയുള്ള ബാംബു വികസന കോർപ്പറേഷൻ്റെയും കയർ വികസന വകുപ്പിൻ്റെയും സംയുക്ത സ്റ്റാളാണ്. ഇത് മഴമൂളി എന്ന് പറയുമ്പോൾ ഒരു ഫോക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആദ്യകാലങ്ങളിൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി പീപ്പിൾ കൃഷി കിട്ടാണ്ടിരുന്ന സമയത്ത്, മഴയുടെ കുറവുള്ള സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ടൂളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് യോഗ, മെഡിറ്റേഷൻ എന്നിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ബാംബു സ്പീക്കറാണ്. ഫുള്ള് മുള തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുളയുടെ ട്രീറ്റ് ചെയ്ത മുളയുടെ അള്ളികൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവരും ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്. സ്പീക്കറാണ്, ആംപ്ലിഫയർ ആണ്. ശരി, ഫീനിക്സ് പക്ഷിയെ പോലെ ദുരിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന വയനാട്ടുകാരുടെ കരവിരുതാണിതൊക്കെ. അതിനപ്പുറം കുടുംബശ്രീ സ്റ്റാളുകളുണ്ട്. നാടൻ ഊണിനും അയല വറുത്തതിനും ചെമ്മീൻ കറിക്കുമൊക്കെ ഇങ്ങ് ഡൽഹിയിലുമുണ്ടടാ പിടി എന്ന് പറയുന്ന അവസ്ഥയാണ്. പോരാത്തതിന് സാംസ്കാരിക വകുപ്പിൻ്റെയും വ്യവസായ വാണിജ്യ വകുപ്പ്, ടൂറിസം വകുപ്പ്, ഹാൻഡ്ലൂം, ഫിഷറീസ്, മാർക്കറ്റ് ഫെഡ്, അങ്ങനെ. What I liked about the Kerala stalls, the banana chips and all are definitely a must take, and I like picking up the towels every year because they are very good quality in cotton. And this time I've tried for the first time the Samrani Agarbatti, so I don't know, let's see how it turns out, but it's good to have it here. Yeah, I believe so. ഈ മാസം 27 വരെ പ്രഗതി മൈതാനുള്ള ഭാരത് മണ്ഡപത്തിൽ ആർക്കും വരാം, ഇതെല്ലാം കാണാം, സാധനങ്ങൾ വാങ്ങിക്കാം. ഇന്ത്യൻ അന്താരാഷ്ട്ര വിപണി മേളയിൽ മറ്റ് രാജ്യങ്ങളുടെയും പവലിയനുണ്ട്. കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെയും സ്റ്റാളുകൾ, അവരുടെ വൈവിധ്യങ്ങൾ. കേരളത്തിനാകെ 24 സ്റ്റാളുകളാണ്. 2047 വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ ആശയം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.